Hey guys, so every new year, almost all aspirants feel the same thing. വളരെ സ്ട്രോങ് ആയിട്ടൊരു ഫീലിംഗ് ആണ് ദാറ്റ് ദിസ് ഇയർ വിൽ ബി ഡിഫറെൻറ്റ്. സോ അതിൻ്റെ ഫലമായിട്ട് അവിടെ ഹോപ്പ് ഉണ്ടാകും, മോട്ടിവേഷൻ ഉണ്ടാകും, അതോടൊപ്പം തന്നെ ഈവൻ ഇമാജിനേഷൻ ഉണ്ടാകും. ഒരു ഡ്രീം ജോലി നേടുന്നതിനെക്കുറിച്ചുള്ള ഒരു ഇമാജിനേഷൻ ഉണ്ടാകും. ഇതിൻ്റെയൊക്കെ ഒരു ഫലം എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ മോട്ടിവേഷൻ കൺസ്യൂം ചെയ്യാനായിട്ട് ആസ്പിരൻസ് ശ്രമിക്കുമെന്നുള്ളതാണ്. അതായത് സക്സസ് സ്റ്റോറീസ് കാണുക, അത്തരത്തിലുള്ള സ്പീച്ചസ് കേൾക്കുക, അതോടൊപ്പം തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആസ്പിരൻസിൻ്റെ ഇൻ്റർവ്യൂസ് കാണുക. സി ഫോർ എ ഫ്യൂ ഡേയ്സ് എവറിഥിങ് ഫീൽസ് പവർഫുൾ. ഇതെല്ലാം തന്നെ വളരെ പവർഫുൾ ആയിട്ട് കുറച്ച് ദിവസത്തേക്ക് തോന്നും. ബട്ട് ലെറ്റ് മീ ടെൽ യു വൺ തിങ്, ഒരിക്കലും ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ കൊണ്ട് അതൊരു കോർ റീസൺ ആയിക്കൊണ്ടല്ല ആസ്പിരൻസ് സക്സീഡ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ലാക്ക് ചെയ്യുന്നത് കൊണ്ടല്ല ആസ്പിരൻസ് ഫെയിൽ ആവുന്നത്. ഈ മോട്ടിവേഷൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് മോട്ടിവേഷൻ നെവർ ഫോഴ്സസ് ചേഞ്ച്. മോട്ടിവേഷൻ ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അതല്ലാതെ ഒരു ചേഞ്ചിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒന്നല്ല. വളരെ ചുരുക്കം ആസ്പിരൻസ് ആയിരിക്കും ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ വളരെ ഓണസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സ്വയം ചോദിച്ച് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം അതിനു വേണ്ടി കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക. ദാറ്റ് വൈ ഡിഡൻ മൈ പ്രിപ്പറേഷൻ വർക്ക് ഏർലിയർ? എന്തുകൊണ്ട് എൻ്റെ പ്രിപ്പറേഷൻ മുൻപ് സക്സസ്ഫുൾ ആയില്ല, അതെന്തുകൊണ്ട് വർക്കൗട്ട് ആയില്ല? ഇങ്ങനെയുള്ള ഒരു അൺകംഫർട്ടബിൾ ചോദ്യം ചോദിച്ചുകൊണ്ട് അതിന് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. അതിന് പകരമായിട്ട് അധികം ആളുകളും ചെയ്യുക ഈ മോട്ടിവേഷനിലേക്ക് എസ്കേപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് വൺ മോർ ഇയർ ക്വയറ്റ്ലി ടേൺസ് ഇൻ ടു റിഗ്രറ്റ്. ഇപ്പോഴെങ്ങനെയാണോ അതേപോലെ തന്നെ റിഗ്രറ്റ് ചെയ്യേണ്ട മറ്റൊരു വർഷം കൂടി ഉണ്ടാകും എന്നുള്ളതാണ്. So in this video, I'm not going to motivate you. I'm going to talk about one decision that can shape your 2026 journey. Not emotionally, but practically. So why years keep repeating? ഓരോ വർഷവും കാലണ്ടറിൽ ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാൽ മിക്ക ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രിപ്പറേഷൻ ബേസിസിൽ നമ്മൾ നോക്കുമ്പോൾ വിച്ച് ആക്ച്വലി ലുക്സ് എക്സാക്ട്ലി ദ സെയിം. പുതിയ റെസൊല്യൂഷൻസും പുതിയ കോൺഫിഡൻസും ഒക്കെ ഉണ്ടാകും, പക്ഷേ സെയിം ഹാബിറ്റ്സ് ആയിരിക്കും. പല ആസ്പിരൻസും വിചാരിക്കുക അവർക്ക് ഈ എക്സാമിനേഷൻസ് ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോകുന്നത് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യാത്തതിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ വേണ്ട മോട്ടിവേഷൻ ഇല്ലാത്തതിൻ്റെ ഫലമാണ്, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതല്ല യഥാർത്ഥത്തിലുള്ള റീസൺ എന്ന് പറയുന്നത്. ദ റിയൽ റീസൺ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും തന്നെ പ്രിപ്പറേഷനിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് എഫേർട്ട് മാറിയിട്ടുണ്ടാകാം, ഇമോഷൻസ് മാറിയിട്ടുണ്ടാകാം, ബട്ട് ദി അപ്രോച്ച് റിമെയിൻസ് സെയിം. ഓരോ വർഷവും പ്രിപ്പറേഷൻ സ്വീകരിക്കുന്ന ആ ഒരു അപ്രോച്ച് ഒരേപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആ ഒരു പരാജയത്തിൻ്റെ കാരണം എന്നുള്ളത്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മോട്ടിവേഷൻ വിത്തൗട്ട് ചേഞ്ച്. മോട്ടിവേഷൻ ആക്ച്വലി ഫീൽസ് ഗുഡ്. നമ്മൾക്ക് എനർജി തരുന്ന, നമ്മൾക്ക് ഹോപ്പ് തരുന്ന ഒന്നാണ് മോട്ടിവേഷൻ എന്നുള്ളത്. എന്നാൽ അതിന് വളരെ സീരിയസ് ആയിട്ടൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഡിമാൻഡ് കറക്ഷൻ. എന്തെങ്കിലും രീതിയിലുള്ള ഒരു കറക്ഷൻ അല്ലെങ്കിൽ ചേഞ്ച് ആവശ്യപ്പെടുന്ന ഒന്നല്ല ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. You can feel highly motivated and still can repeat the same mistake. You can listen to inspiring stories and still avoid honest self-review. അതായത് വളരെയധികം മോട്ടിവേറ്റഡ് ആയി ഇരുന്നുകൊണ്ട് തന്നെ സെയിം മിസ്റ്റേക്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഈവൻ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അത്തരത്തിലുള്ള സക്സസ് സ്റ്റോറീസ് കേട്ടുകൊണ്ട് ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു സെൽഫ് റിവ്യൂ ചെയ്യാതെ അങ്ങനെ തന്നെ നമ്മൾ മുൻപോട്ട് പോകുമെന്നുള്ളതാണ്. സോ ഈ മോട്ടിവേഷൻ എന്നുള്ളൊരു കാര്യം നമ്മുടെ ആ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഇൻട്രോസ്പെക്ഷനെ റീപ്ലേസ് ചെയ്യുമ്പോൾ പ്രിപ്പറേഷനും അതുപോലെ തന്നെ തുടരും. അതായത് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാതെ അതേ രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ തുടരും. സോ ദിസ് ഇസ് വേർ ദ ഡിസിഷൻ കംസ് ഇൻ. ദ ഡിസിഷൻ ദാറ്റ് ഷേപ്സ് 2026. ഇറ്റ്സ് വെരി സിമ്പിൾ. I will not continue preparation without proof that it is working. ഇവിടെ ഞാൻ വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം പറയട്ടെ. ഈ പ്രൂഫ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നേടുന്ന മാർക്സോ അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുക്കുന്ന റാങ്കോ അല്ലെങ്കിൽ റിസൾട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. പ്രൂഫ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതായത് നിങ്ങൾ പ്രിപ്പറേഷനിൽ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം. അതോടൊപ്പം തന്നെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അവെയർനെസ് നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം. ഇതൊക്കെയാണ് പ്രൂഫ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് ഹോപ്പ് എന്നുള്ളൊരു കാര്യം നമ്മൾക്ക് തരിക, സം ഹൗ ഇറ്റ് വിൽ വർക്ക് എന്നുള്ളൊരു ചിന്തയാണ്. എങ്ങനെയെങ്കിലും ഒക്കെ ഇത് വർക്ക് ഔട്ട് ആകും എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ വെൻ യു ചൂസ് പ്രൂഫ് ഓവർ ഹോപ്പ് എന്താണ് സംഭവിക്കുക? പ്രിപ്പറേഷൻ്റെ ആ ഒരു ഡയറക്ഷൻ തന്നെ യഥാർത്ഥത്തിൽ മാറും. അതായത് നിങ്ങൾ ആ ഒരു ഇമോഷനെ അല്ല ട്രസ്റ്റ് ചെയ്യുക, മറിച്ച് നിങ്ങൾ എവിഡൻസ് ഡിമാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതായത് പ്രിപ്പറേഷനിൽ എത്രമാത്രം ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് തിരയുന്നതിനാണ് നിങ്ങൾ ശ്രമിക്കുക. ഈ ഒരു സിംഗിൾ ഷിഫ്റ്റ് മാത്രം മതി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആരംഭിക്കാൻ. സോ നമ്മൾ ഈ പ്രൂഫിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആക്ച്വലി ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ചേഞ്ച് ഇൻ ദ ക്വാളിറ്റി ഓഫ് പ്രിപ്പറേഷൻ. ഒരു വീക്കായിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഒരു കംഫർട്ട് സോണിലായിരിക്കും. അതായത് വളരെ റാൻഡം ആയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസ് പോസ്റ്റ്പോൺ ചെയ്യുക, അല്ലെങ്കിൽ എക്സ്ക്യൂസസ്, പഠനവുമായി ബന്ധപ്പെട്ട എക്സ്ക്യൂസസ് കണ്ടെത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു കൊണ്ടാണ് ഒരു വീക്ക് പ്രിപ്പറേഷൻ മുന്നോട്ട് പോവുക. മനസ്സിലാക്കേണ്ടതായിട്ടൊരു കാര്യം, അധികം ആസ്പിരൻസും ഫെയിൽ ആവുന്നത് ഒരിക്കലും അവർ ഹാർഡ് വർക്ക് ചെയ്യാത്തതിൻ്റെ ഒരു ഫലമായിട്ടല്ല. They fail because they continue with the same low quality preparation year after year. ഒരു ക്വാളിറ്റി പ്രിപ്പറേഷനിൽ യഥാർത്ഥത്തിൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇഫ് സംതിങ് ഇസ് നോട്ട് വർക്കിംഗ്, ആ ഒരു ഘട്ടത്തിൽ നിങ്ങളത് പോസ് ചെയ്യുക, ഇൻട്രോസ്പെക്ഷൻ ചെയ്യുക,
അത്തരത്തിൽ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ട് എങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. സി ലെറ്റ് മീ ടെൽ യു വൺ തിങ്, വെൻ പ്രിപ്പറേഷൻ ക്വാളിറ്റി ഇംപ്രൂവ്സ്, ഇങ്ങനെ പ്രിപ്പറേഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രിപ്പറേഷനിൽ ഫേസ് ചെയ്യുന്ന മിക്ക കാര്യങ്ങളും, അതിപ്പോൾ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രഷർ ആയിക്കൊള്ളട്ടെ, ആങ്സൈറ്റി ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ ഡിസപ്പിയർ ആവും. സോ ഇഫ് യു ടേക്ക് ദിസ് വൺ ഡിസിഷൻ സീരിയസ്ലി, ദിസ് ക്യാൻ ചേഞ്ച് 2026. നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു കറേജാണ്. അതായത് ഇഫ് സംതിങ് ഈസ് നോട്ട് വർക്കിംഗ്, ആ ഒരു ഘട്ടത്തിൽ പോസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു വിസിബിൾ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് പ്രിപ്പറേഷൻ ഇല്ല എങ്കിൽ സംതിങ് ഹാസ് ടു ചേഞ്ച്, എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം. അത് എന്താണ് എന്നുള്ളത് കണ്ടെത്തുക. ദിസ് സിംഗിൾ ഡിസിഷൻ ക്യാൻ ക്വയറ്റ്ലി ചേഞ്ച് യുവർ എൻറ്റയർ പ്രിപ്പറേഷൻ ജേർണി, not emotionally but practically. And yes, I genuinely wish you a calm, honest and meaningful 2026. Please share your thoughts in the comment section. So thank you so much for watching, and I'll see you guys in the next one.